തിയേറ്ററുകളിൽ, അതായത് സാധാരണ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലും എന്താണ് ഇന്നത്തെ അവസ്ഥ? നമ്മൾ വസ്തുതകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സംസ്ഥാനത്തെ തിയേറ്ററുകളിലെല്ലാം സിനിമാ പ്രേമികളുടെ കീശ കാലിയാക്കുന്ന നിരക്കുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ടിക്കറ്റിനും ഭക്ഷണത്തിനും കുപ്പിവെള്ളത്തിനും ഒരു സാധാരണ തിയേറ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എത്ര രൂപയാണ് ചെലവാവുക? കണ്ണൂരിൽ ലിബർട്ടി തിയേറ്ററിലേക്ക് അഭിജിത്ത് മുഴക്കുന്ന് പോയിരുന്നു. കാണാം. ഉയർന്ന ടിക്കറ്റ് നിരക്ക്, ഒരു കണക്കുമില്ലാത്ത വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില, മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ അമിത നിരക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തിയത്. രാജ്യത്തെ എല്ലാ തിയേറ്ററുകളിലെയും അവസ്ഥ ഇതാണോ? കേരളത്തിലും സമാന സാഹചര്യമാണോ? നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ ലിബർട്ടി തിയേറ്ററിന് മുൻവശത്താണ്. ഇവിടെയുള്ള ടിക്കറ്റ് നിരക്കിനെ കുറിച്ചും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും നിരക്കിനെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം അന്വേഷിക്കാം, പരിശോധിക്കാം. നമുക്കൊപ്പം ഇപ്പോൾ ഈ തിയേറ്ററിലെ MD ആയ ഹാഫിയ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉയർന്ന ടിക്കറ്റ് നിരക്കിനെ കുറിച്ചൊക്കെ ആശങ്ക രേഖപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ്? ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് നമുക്ക് ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ 130 രൂപയ്ക്ക് കിട്ടും നിങ്ങൾക്ക്. അത് റിസർവേഷൻ ചാർജ് ഉണ്ട്, പക്ഷെ അത് 15 രൂപ വേറെ, അല്ലാതെ 130. കാരണം കണ്ണൂരിൽ എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററിനെ അപേക്ഷിച്ചും നമ്മൾ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പൈസക്ക് കൊടുക്കുന്നത്, നിരക്കിൽ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. ചില തിയേറ്ററിൽ ഈ 200 രൂപ, 230 രൂപ, 250 രൂപ എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചായിരിക്കും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്? അതെ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് അങ്ങനെയാണ്, അവർ ചില സമയം ഒരു ഷോക്ക് ഒരു പൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിന് വേറെ റേറ്റ് ഇടുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണാറുമുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചതും ശരിയായിരിക്കാം. കാരണം റേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ സാധാരണക്കാരന് അത് പോയി കാണുക എന്നുള്ളത് കുറച്ച് വിഷമമായിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളത്തിൻ്റെയും മറ്റ് ഈ പോപ്കോണിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് മിനറൽ വാട്ടർ വാങ്ങുന്നത് 20 റുപ്പീസ്, സാധാരണ നോർമൽ റേറ്റ് അതിന് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പോപ്കോൺ ആയാലും 100 റുപ്പീസിൻ്റെതുണ്ട്, അത് സാധാ 15 ഉണ്ട്. അതൊക്കെ അതിൻ്റേതായ ശരിയായ ക്വാണ്ടിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അല്ലാതെ അതിന് നമ്മൾ എക്സ്ട്രാ പൈസയോ അങ്ങനെ ചില ആൾക്കാർ 300-400 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അതുപോലെയൊന്നും ഇവിടെ കൊടുക്കുന്നേ ഇല്ല. ഇപ്പോൾ ലിബർട്ടി തിയേറ്ററിലേക്കാണ് നമ്മൾ എത്തിയത്. അവിടെ സാധാരണ നിലയിൽ 130 രൂപ മാത്രമാണ് ടിക്കറ്റിന് ഈടാക്കുന്നത്. ഒപ്പം വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ സാമാന്യം, അതായത് സാധാരണ നിലയിലുള്ള തുക മാത്രമാണ് അവർ ഈടാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.